നമസ്കാരം. അദാനി ഗ്രൂപ്പിൽ തലമുറ മാറ്റത്തിന് കളമൊരുങ്ങുകയാണുള്ള നിർണായകമായ വാർത്തകളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2030കളുടെ തുടക്കത്തിൽ അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണം മക്കളിലേക്ക് കൈമാറും എന്നാണ് ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ ഗൗതം അദാനി പറഞ്ഞിരിക്കുന്നത്. 62കാരനായ ഗൗതം അദാനി 70 വയസ്സുകാരനാവുമ്പോഴേക്കും ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞേക്കും എന്നാണ് വിവരങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ച അദാനി ഗ്രൂപ്പ് ഔദ്യോഗിക വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല. തുറമുഖങ്ങൾ, ഷിപ്പിംഗ്, സിമന്റ്, സൗരോർജം തുടങ്ങി അടിസ്ഥാന സൗകര്യ ബിസിനസ്സിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ലിസ്റ്റ് ചെയ്ത 10 സ്ഥാപനങ്ങളിൽ ആകെ $213 ബില്യൺ വിപണി ആണ് അദാനി ഗ്രൂപ്പിന് ഉള്ളത്. 2 ആൺമക്കളാണ് ഗൗതം അദാനിക്ക് ഉള്ളത്, കരൺ അദാനിയും ജീത് അദാനിയും. ഇവരെ കൂടാതെ പ്രണവ്, സാഗർ എന്നീ അനന്തരവന്മാരും അദാനി ഗ്രൂപ്പിന്റെ തലപ്പത്ത് തന്നെയുണ്ട്. ഗൗതം അദാനി സ്ഥാനമൊഴിഞ്ഞതിലൂടെ ഇവരിൽ ഒരാളായിരിക്കും ഗ്രൂപ്പിന്റെ നിയന്ത്രണം കൈമാറുക. അദാനി ഗ്രൂപ്പിന്റെ വിപുലമായ ബിസിനസ്സുകൾ വിഭജിച്ച് വേർതിരിഞ്ഞു പോകണോ അതോ ഒരുമിച്ച് നിൽക്കണോ എന്ന് 4 പേരോടും ഗൗതം അദാനി ആശയവിനിമയം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഗൗതം അദാനി സ്ഥാനം ഒഴിഞ്ഞാലും ഒരു കുടുംബമായി ഗ്രൂപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് 4 പേരും മറുപടി പറയുന്നത്. അതേസമയം അദാനി ഗ്രൂപ്പിന്റെ അടുത്ത ചെയർമാനാകാൻ കൂടുതൽ സാധ്യത ഗൗതം അദാനിയുടെ മൂത്ത മകനും നിലവിൽ അദാനി പോർട്സ് ആൻഡ് മാനേജിംഗ് ഡയറക്ടറുമായ കരൺ അദാനിക്കാണ്. ജീത് അദാനി നിലവിൽ അദാനി എയർപോർട്ട്സ് ഡയറക്ടറാണ്. അദാനി എന്റർപ്രൈസസിന്റെ ഡയറക്ടറാണ് പ്രണവ്. സാഗരക്കാട്ടെ അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. സോപ്പും എണ്ണയും, ഹാൻഡ് വാഷും, അരിയും കൽക്കരിയും വൈദ്യുതിയും വിൽക്കുന്നത് മുതൽ റോഡ് നിർമ്മാണം, വിമാനത്താവളങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം, തുറമുഖങ്ങളുടെ നിർമ്മാണവും നിയന്ത്രണവും വരെ നിർവഹിക്കുന്ന ബിസിനസ് സാമ്രാജ്യമാണ് അദാനിക്കുള്ളത്. അദാനി എന്റർപ്രൈസസ് കഴിഞ്ഞ ജൂൺ പാദത്തിൽ 116% കുതിപ്പോടെ 1555 കോടി രൂപയുടെ ലാഭം നേടിയിരുന്നു. അതിനാൽ തന്നെ പ്രണവിനും ചെയർമാൻ സ്ഥാനത്തേക്ക് മുൻഗണനയുണ്ട് എന്നാണ് വിവരം. 1988ലാണ് ഗൗതം അദാനി ഗ്രൂപ്പിന് തുടക്കമിടുന്നത്. കമോഡിറ്റി വ്യാപാരത്തിൽ തുടങ്ങിയ അദാനി ഗ്രൂപ്പ് കണ്ണടച്ച് തുറക്കും മുൻപാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഇടം നേടാൻ കാരണമായത്. അംബാനിക്ക് തൊട്ടു പിന്നാലെയാണ് അദാനിയുടെ സ്ഥാനമുള്ളത്. ബ്ലൂംബർഗിന്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം $11,000 കോടി ആസ്തിയുള്ള ഗൗതം അദാനി ലോകത്ത് 12ാമതും, $11,300 കോടി ആസ്തിയുള്ള മുകേഷ് അംബാനിയാണ് 11ാം സ്ഥാനത്തും ഉള്ളത്. എന്തായാലും അദാനി ഈ രംഗത്ത് നിന്ന് സഡനായിട്ട് അതായത് എത്രയും പെട്ടെന്ന് പോകുമോ അതോ ഇനിയും പുതിയ ബിസിനസ്സുകാരോടൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പോഴും നിൽക്കുമോ എന്നെല്ലാം തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.